ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 1 to 2 ഇയർ ഓൾഡ് കിഡിന് ഇടാൻ പറ്റിയ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു യോക്ക് ബേബി ഫ്രോക്കാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ അതിനായിട്ട് ഇവിടെ 1 മീറ്റർ ഫാബ്രിക്കാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാറ്റേൺ ഡ്രാഫ്റ്റിംഗ് ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഹോറിസോണ്ടലിയും വെർട്ടിക്കലിയും 2 ബേസ് ലൈൻസ് വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ഷോൾഡർ മാർക്കിംഗ് ചെയ്യണം. 1 to 2 ഇയർ ഓൾഡ് ആയതുകൊണ്ട് അതിൻ്റെ ഷോൾഡർ മെഷർമെൻറ്റ് 4 ഇഞ്ചാണ്. അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നെക്ക് വിഡ്ത്താണ്, അത് ഞാൻ ബോട്ട് നെക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. 2.5 ഇഞ്ചാണ്. അതിനുശേഷം നെക്ക് ഡെപ്ത്ത് നമ്മുടെ 1.5 ഇഞ്ചാണ്. അത് ഇതേപോലെ നമ്മളൊരു ബോക്സ് ആക്കുക. ഇതിനുള്ളിലായിരിക്കും നമ്മുടെ ബോട്ട് നെക്ക് വരയ്ക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താത്തി മാർക്ക് ചെയ്യുകയാണ്. നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് എപ്പോഴും ഒരു ചരിവുണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്, അതായത് ഷോൾഡർ പോർഷനിലൊരു ചരിവുണ്ടായിരിക്കും. അതിന് വേണ്ടിയാണ് നമ്മളൊരു 1/2 ഇഞ്ച് താത്തി എടുത്തേക്കുന്നത്. ഇനി നമ്മുടെ ആം ഹോൾ ഡെപ്ത്താണ്. ആം ഹോൾ ഡെപ്ത്ത് എന്ന് പറയുന്നത് 4.75 ഇഞ്ചാണ്. അത് നമ്മൾ ജോയിൻ ചെയ്തു. ഇനി കുട്ടിയുടെ ചെസ്റ്റ് മെഷർമെൻ്റ് ആണ്. അത് 4/1 ഇവിടെ എടുക്കുന്നത്. അത് 5.25 ഇഞ്ചാണ്. ഇൻക്ലൂഡിങ് ഈസാണ് ഞാൻ 5.25 ഇഞ്ച് എടുത്തിരിക്കുന്നത്. അതായത് ടോട്ടൽ ചെസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റിൻ്റെ 4/1 5.25 ഇഞ്ച്. ഇനി യോക്ക് ബേബി ഫ്രോക്ക് ആയതുകൊണ്ട് ഞാൻ ചെസ്റ്റ് പോർഷൻ ഒത്തിരി എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല, അതായത് വേസ്റ്റ് ലെങ്ത്ത് ഒത്തിരി എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാനൊരു 1 ഇഞ്ച് കൊടുത്തിട്ട് നമ്മുടെ യോക്ക് പോർഷൻ അവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ആം ഹോളിന് കേർവ്സ് മാർക്ക് ചെയ്യാനാണ്. അതിനൊരു സെൻറ്റർ പോയിൻറ്റ് കണ്ടുപിടിക്കണം. ഇതേപോലെ ടേപ്പ് ഫോൾഡ് ചെയ്ത് വെച്ച് നമ്മൾ 2 സെൻറ്റർ പോയിൻ്റാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിനുശേഷം ഒരു 0.25 ഇഞ്ച് അകത്തോട്ട് എടുത്തിട്ട് നമ്മൾ ആം ഹോൾ തമ്മിൽ ജോയിൻ ചെയ്യുകയാണ്. ആ പോയിൻറ്റ്സിൽ വന്ന് മുട്ടുന്ന രീതിയിൽ നമ്മൾ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ടാണ് ആം ഹോൾ ജോയിൻ ചെയ്യുന്നത്. ഇനി ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു തോതിലാണ് ബോട്ടിനൊക്കെ കൊടുക്കുന്നത്. അത് ഇതേപോലെ ഫ്രീ ഹാൻഡായിട്ട് നമ്മളൊന്ന് വരച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പാറ്റേൺ ഡ്രാഫ്റ്റിംഗ് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കിട്ടുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി ഞാൻ 4 ഫാബ്രിക് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് യോക്ക് പോർഷന് വേണ്ടിയിട്ട്. അതായത് 14 ഇഞ്ച് ലെങ്ത്തിലും 8 ഇഞ്ച് വിഡ്ത്തിലുമുള്ള 4 ഫാബ്രിക് പീസാണ്. 2 പീസ് ലൈനിങ്, 2 പീസ് മെയിൻ ഫാബ്രിക്, അങ്ങനെ ടോട്ടൽ 4 ഫാബ്രിക് പീസ്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മളിനി ചെയ്യാൻ പോകുന്നത് പാറ്റേൺസ് ട്രേസ് ചെയ്യുക, കട്ട് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ പാറ്റേൺ നമ്മളങ്ങനെ വരയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം സീം അലവൻസ് വന്നിട്ട് ഫാബ്രിക്കിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നോർമലി പാറ്റേൺസിൽ തന്നെയായിരുന്നു സീം അലവൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം നമ്മൾ ഫാബ്രിക്കിൽ മെയിൻ പാറ്റേൺ വരച്ചതിന് ശേഷം അതിനോടൊപ്പം എക്സ്ട്രാ സീം അലവൻസ് ഫാബ്രിക്കിലോട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് നെക്കിൽ 0.25 ഇഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. ഷോൾഡറും സ്ലീവും 0.5 ഇഞ്ച്, സൈഡ് സീം 1 ഇഞ്ച്, യോക്ക് പോർഷൻ വന്നിട്ട് 1/2 ഇഞ്ചാണ്. സോ അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ അതിനോടൊപ്പം തന്നെ നോച്ചസും ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ യോക്ക് പോർഷൻ സീം അലവൻസ് കൂടാണ്ടുള്ള മെഷർമെൻറ്റ് 10.5 ഇഞ്ചാണ്. അതായത് 4/1 എന്ന് പറയുന്നത് 5.25 ഇഞ്ചാണ്. അത് നിവർത്തുമ്പോൾ നമുക്ക് 10.5 ഇഞ്ച് കിട്ടുന്നു. ഈ 10.5 ഇഞ്ചിൻ്റെ 2 ഇരട്ടി ഫാബ്രിക്കാണ് താഴത്തെ സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 10.5 ഇഞ്ചിൻ്റെ 2 ഇരട്ടി ഫാബ്രിക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 21 ഇഞ്ചാണ്. ഈ 21 ഇഞ്ചിനോടൊപ്പം നമ്മൾ എക്സ്ട്രാ ഒരു 2 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതായത് 2 സൈഡും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടോട്ടൽ അങ്ങനെ നമുക്ക് 23 ഇഞ്ച് ലെങ്ത്തിലുള്ള ഒരു ഫാബ്രിക്കാണ് ഞാൻ ബോട്ടം പോർഷന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്കറിയാം കുട്ടികൾ ഷോൾഡർ തൊട്ട് നീ വരെയുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് 1 to 2 ഇയർ ഓൾഡ് കിഡിന് 16 ഇഞ്ചാണ്. അപ്പം അതിൽ ടോപ്പ് പോർഷൻ മാത്രം നമുക്ക് 6 ഇഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ ബോട്ടം പോർഷൻ എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. ഈ 10 ഇഞ്ചിനൊപ്പം നമ്മളൊരു എക്സ്ട്രാ 2 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുക്കുന്നു. അങ്ങനെ ടോട്ടൽ ഷോൾഡറിൽ നിന്ന് ബോട്ടം വരെ ഞാൻ 18 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ആക്ച്വലി നമുക്ക് വേണ്ടത് 16 ഇഞ്ചാണ്. അതിനോടൊപ്പം ഒരു 2 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുത്തു. ഇനി നമ്മൾ സെൻറ്ററിൽ ഞാൻ സ്കേർട്ട് പോർഷനിൽ ഇൻവേർട്ടഡ് ബോക്സ് പ്ലേറ്റ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ഞാൻ ഈ ഫാബ്രിക്കിൻ്റെ 2 യോക്ക് പോർഷനും ടോപ്പ് പോർഷനും ബോട്ടം പോർഷനും 2ൻ്റെയും സെൻറ്റർ പോയിൻറ്റ് ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ സെൻറ്റർ പോയിൻറ്റിലോട്ട് നമ്മൾക്ക് എക്സ്റ്റെൻഡ് ആയി വന്നിരിക്കുന്ന ഫാബ്രിക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്ത സെൻറ്റർ പോയിൻറ്റിലോട്ട് കൊണ്ടുവരിക. ഇനി
എക്സ്ട്രാ ഒരു 1 ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് കിടപ്പുണ്ട് സീം അലവൻസിനായിട്ട്. അപ്പോൾ നമ്മൾ ആ ഗ്യാപ്പ് നമ്മൾ ഇതേപോലെ ഫാബ്രിക് സെൻറ്ററിൽ പിടിച്ച് പുള്ള് ചെയ്ത് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. സോ നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്ത ഫാബ്രിക് ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കറക്റ്റ് നമ്മുടെ ടോപ്പിൻ്റെ ആ ലെങ്ത്തിലോട്ട് എത്തിച്ചേക്കുകയാണ്. അതിനുശേഷം നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫാബ്രിക്കിൻ്റെ ബാക്ക് പോർഷൻ വന്നിട്ട് ഇതേപോലെ ആയിരിക്കും. ഉള്ളിൽ ബോക്സ് പ്ലേറ്റും ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഇൻവേർട്ടഡ് ബോക്സ് പ്ലേറ്റുമായിട്ടായിരിക്കും കിട്ടുന്നത്. സോ ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ്ങിലോട്ട് കടക്കാം. നമ്മൾ ഓൾറെഡി നേരത്തെ സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ട് ഇൻവേർട്ടഡ് ബോക്സ് പ്ലേറ്റ് ആക്കിയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ 2 പോർഷനും നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഫ്രണ്ടിലും ബാക്കിലും ഒരേ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ബാക്കിൽ ഇൻവേർട്ടഡ് ബോക്സ് പ്ലേറ്റ് കൊടുക്കാണ്ട് പ്ലെയിൻ ആയിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഞാനിവിടെ രണ്ടും സെയിം ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഞാനിവിടെ ബോട്ടം പോർഷന് ലൈനിങ്ങും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് ഞാൻ 20x20 ഇഞ്ചിൻ്റെ 2 ഫാബ്രിക് പീസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ഡയഗണലി നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ യോക്ക് പോർഷൻ എടുക്കുക, അതും ഇതേപോലെ സെൻറ്റർ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ യോക്ക് പോർഷൻ്റെ വേസ്റ്റ് ലെങ്ത്ത് എവിടെയാണോ മാച്ച് ആവുന്നത് അവിടെ നമ്മൾ ലൈനിങ്ങിൽ വെച്ച് 2 പോയിൻ്റ് മാർക്ക് ചെയ്യണം. പോയിൻറ്റിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. അത് നമുക്ക് 7.5 ഇഞ്ചാണ് കിട്ടിയേക്കുന്നത്. ഈ 7.5 ഇഞ്ച് നമ്മൾ ഫിക്സഡ് ആക്കി വെച്ചുകൊണ്ട് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്യുകയാണ്.
സോ അപ്പോൾ നമ്മുടെ ലൈനിങ്ങിൻ്റെ വേസ്റ്റ് ലെങ്ത് നമുക്കിങ്ങനെ കിട്ടും. ഇനി നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത 2 പോയിൻറ്റില്ലേ, അതിൻ്റെ മെഷർമെൻറ്റ് നോക്കുക. അത് നമുക്ക് 6.5 ഇഞ്ചാണ്. ആ സെയിം 6.5 ഇഞ്ച് തന്നെ ആയിരിക്കും നമ്മൾ വേസ്റ്റ് ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്തെടുത്തും കിട്ടുന്നത്. ഇനി നമ്മുടെ ലെങ്ത് ആണ് ബോട്ടം പോർഷൻ്റെ, അത് ഞാൻ 9 ഇഞ്ചാണ് കൊടുക്കുന്നത്. മെയിൻ ഫാബ്രിക്കിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച്. സോ ആ പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്തു. അതും ഇതേപോലെ ലൈനിങ്ങിൻ്റെ ടോപ്പ് പോർഷനിൽ വെച്ച് ഫിക്സ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന 16.5 ഇഞ്ചാണ്. ആ 16.5 ഇഞ്ച് നമ്മൾ ഫിക്സഡ് ആക്കി സ്കേർട്ടിൻ്റെ ബോട്ടം പോർഷനും ഇതേപോലെ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും ടേപ്പ് ഫിക്സഡ് ആക്കി വെക്കേണ്ട നമ്മുടെ ലൈനിങ് പീസ് ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കോൺ ടോപ്പ് പോലെ ആയിരിക്കും കിട്ടുന്നത്. അവിടെയാണ് നമ്മൾ ടേപ്പ് എപ്പോഴും ഫിക്സഡ് ആക്കി വെച്ചുകൊണ്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ബോട്ടം പോർഷൻ ഇതേപോലെ 2 എണ്ണം ഫ്രണ്ടിനും ബാക്കിനും കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ വേസ്റ്റ് ലെങ്ത്തുമായിട്ട് കറക്റ്റ് മാച്ച് ആയിട്ടുണ്ട്. ഇനി നമ്മളിതെന്താ ചെയ്യുക, നമ്മുടെ ബോട്ടം പോർഷൻ മെയിൻ ഫാബ്രിക്കില്ലേ അതിനോടൊപ്പം ചേർത്ത് വെച്ച് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക.